നമ്മളിപ്പോൾ ഈ ഒരു പാലം ക്രോസ് ചെയ്യാൻ പോട്ടോ. നൈസൊരു പാലം കേട്ടോ, അത്യാവശ്യം വലിയ പുഴ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ വിചാരിച്ച് ഗംഗയാണ്, പക്ഷേ ഇത് എക്സാക്ട് ഗംഗയല്ല, ഗംഗയുടെ കൈവരിയാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് പോയാലാണ് ഗംഗ എത്തുക. കുറേ കാലം ഗംഗനെ കാണാൻ കാത്തിരിക്കുകയാണ്, വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. ഞങ്ങളിവിടെ എത്തിച്ചു. നല്ല ഒടുക്കാട്ട് എൽപ്പി നോക്ക്. പക്ഷേ എൻ്റെ മോനെ ഇതെന്ത് വലിപ്പോടാ, കാല് ഇറക്കുന്നത്. അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവും. ഈ പാലം നോക്കിയേ, പണ്ടത്തെ പാലം, നല്ല പഴക്കമുള്ള പാലാന്ന് കേട്ടോ. സംഭവം നല്ലൊരു ഹാപ്പി മൂഡുണ്ട് അല്ലേ. കാരണം ഇവിടെ വലിയ ക്രൗഡൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡൽഹിയിലെ മാർക്കറ്റിൽ നടക്കുന്ന പോലെ തിക്കും തിരക്കോ വണ്ടീൻ്റെ ഭയങ്കര റഷായിട്ട് വണ്ടികൾ വരും, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നല്ല തണുത്ത കാറ്റ്, ക്രൗഡൊന്നും ഇല്ലാണ്ട് പീസ്ഫുള്ളായിട്ട്. ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ എക്സ്ട്രീം വിൻ്റർ ഒന്ന് മാറി വരുന്ന സമയമാണ്. കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് ഇപ്പോൾ കുംഭമേള കഴിഞ്ഞുകൊണ്ട് അല്ലേ, ഒരു ഓവർ ക്രൗഡ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെ തീരത്തൊക്കെ കുറേ പേര് കുളിക്കുന്നുണ്ട്, പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിയണം. നമ്മളിപ്പോൾ ഒരു ഫ്ലൈ ഓവറിന് അടിക്കണം നടക്കാം കേട്ടോ. ആ കാണുന്നതാണ് ഗംഗ എന്നാണ് ഞങ്ങളുടെ ഒരു അല്ലേ കാഴ്ചപ്പാട്. അപ്പോൾ ആ മുകളിലൊക്കെ വലിയൊരു മന്ദിറുണ്ടേ. അതായത് ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവോഷൻ എന്താ ഡിവൈൻ വൈബ് അല്ലേ, ഡിവൈൻ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഗായ്സ് ശിവലിംഗം ഇരിക്കുന്നു ഗായ്സ്. എന്ത് വലുപ്പാലേ ശിവലിംഗത്തിന്. ആ ഈ കണ്ണും മുക്ക് കളിച്ചിട്ടുണ്ടല്ലോ. ആ ഭയങ്കര ഡിവോഷണൽ പരിപാടി കേട്ടോ ഇവിടെ മൊത്തം. ഇതുണ്ടോ ഇപ്പം ഏകദേശം സൺസെറ്റ് ഒക്കെ ആവാനായില്ലേ. നല്ല വൈബ്, നല്ല വൈബ്. നമുക്ക് മൂലിക കുറച്ചേരം അവിടെ ഇരിക്കാം. ഇത് ക്രോസ് ആയിട്ട് അപ്പുറത്തിരിക്കാം. അവിടെ ഇവിടെ ക്രൗഡില്ല, ജസ്റ്റ് ആയി നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ എത്തി കേട്ടോ. നേരെയല്ല നമുക്ക് കൊണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഗംഗയിലൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ്. ഇത് ഡൽഹി ഹി വാല. ഇവിടെ ഭയങ്കര ഫുഡ് സ്ട്രീറ്റും പരിപാടികളൊക്കെയാണേ. ഇവിടെ ഫുള്ള് ഫുഡാടാ നോക്ക്, ഫുള്ള് കിടിലൻ. ഒരു ദോശ എടുത്ത് നോക്ക്, ദോശ എൻ്റെ മോനെ. ഇവിടെ ഭയങ്കര ആൾക്കാരെ പഞ്ചാബി ലസ്സി പോലെ. ലസ്സിന്റെ സ്പെഷ്യൽ ഷോപ്പാണ്. ചോദിച്ചു നോക്കടാ. भैया इधर बांग लस्सी किधर मिलता है भैया? कोई शॉप नहीं है इधर? अभी नहीं होगा, वो सावन में होता है। कौन सा टाइम है? सावन जब सावन का महीना। ओ शिवरात्रि तो निकल गया, सावन का महीना। ओ ओके। वो कब है? वो तो अभी आएगा 5 महीने बाद। अभी कोई शॉप में नहीं मिलता है? मीठी लस्सी पी लो आप, हमारे पास मीठी लस्सी है। अच्छा लस्सी दे दो मीठा। പാങ് ലസ്സി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നോർമൽ മീറ്റ ലസ്സി എടുത്തിട്ട് നല്ല ഒത്തൻറ്റിക് ലസ്സി കുടിക്കാൻ പോട്ടോ. നല്ല ചിൽഡ് കിടില ലസ്സി. എണ്ണ കേൾക്കാനാണോ അറിയാൻ പാടില്ല. പാലാടാ പാല. ലസ്സി കിടിലല്ലേ, പൊളി കാണോ. പൊളി, ഭയങ്കര റീഫ്രഷിങ് ഡ്രിങ്ക് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ ഒത്തൻറ്റിക് സാധനം കിട്ടുമ്പോൾ കിടുക. അടിപൊളി. ലസ്സി കിടിലായിരുന്നു കേട്ടോ, ഭയങ്കര റീഫ്രഷിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടിൻ്റെ ഇതിലിട്ടിട്ട് അവർ ഫ്രീസറിൽ വെക്കും. നല്ല തിക്ക് ലസ്സി,
കറക്റ്റ് പൊളി, കറക്റ്റ് മധുരം, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് ഫസ്റ്റ് ടൈം കാണിക്കുന്നു. ഉദയ്പൂർന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ സ്ട്രോബെറി കാണിച്ചു കേട്ടോ. സ്ട്രോബെറി ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഇത്ര ബड़ा पहले नहीं देखा भैया. കളറുണ്ട് ഇതിൻ്റെ. ഇതിന് സൈസ് നോക്കുന്നത് നല്ല പഴുത്തല്ല, നമ്മളായിട്ട് കിട്ടുന്നില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഓ അടിപൊളി. കിतना है भैया साइज? 220 रुपये किलो. 200 पीस. मैं वापस आने का टाइम ഓക്കെ. എൻ്റെ മോനെ ഒരു സ്ട്രോബെറിൻ്റെ വലുപ്പം കാണണം. അങ്ങോട്ട് പോയിട്ട് ഇതുകൊണ്ട് കിടക്കണം. വെറുതെ ഒന്നും കയറിയിട്ട് ഇനി വരുന്നില്ലല്ലോ അല്ലേ? ഇനി വരില്ല. അപ്പം നമ്മൾ ദാഹം മാറിയില്ലേ? ഭയങ്കര രസമായിട്ട് ഗൈസ്. ഈ ഷോപ്പ് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. മൊത്തം ചെറിയ കിണ്ടി പോലത്തെ പാത്രങ്ങളും പരിപാടികളും കൊണ്ട് ഫുള്ള് പിച്ചളയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് മാലകളും കമ്മലും പരിപാടികളുടെ കാണാനായിട്ട് അടിപൊളി. നമ്മളിപ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റിലെത്തിയിട്ടോ. ഇവിടെയൊക്കെ മൊത്തം ഈ പൂജാ സാധനങ്ങളാണ് ഫുള്ള്. ടൂറിസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട്. മറ്റേ അഗോരീസിനെ പോലത്തെ ഈ പുകയെ മലിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് തന്നെ. നമുക്ക് മറ്റേ ഒരു കുറിയെങ്കിലും വേണല്ലേ? മറ്റേ കുറി കുറി ഒരു തൊട്ട് ആ വൈബിൽ നടക്കാൻ. അതെ. ജയ് ശിവ ശിവ. അതെ ഹരിഹർ മഹാദേവ്. അതെ. ഓ ഗുലാബ് ജാമുൻ നോക്ക്. സ്വീറ്റ്സിന്റെ ഏരിയ വലിപ്പം കണ്ടോ? അത് രസ്മലൊക്കെ സൂപ്പറായി കേട്ടോ. ഇത് ലൈറ്റ് എത്തുന്നാണോ? അതെ അതെ. ഓ നൈസ് അല്ലേ? ഫുള്ള് സ്റ്റോ ഇല്ല ഇല്ല വേ നല്ല ലൈറ്റ് കത്തുന്ന അല്ല അല്ലാണ്ട് ആമസോണും ഉണ്ട്. ആമസോണിൽ ലൈറ്റ് കത്തുന്നടാ. സ്റ്റോൺ അല്ലേ? നീ നോക്കി ജസ്റ്റ് ആ കമ്പി ചുറ്റി ചുറ്റിയാണ് ഒരു മരം പോലെ ആക്കി എടുത്തേക്കുന്നത്. വീഡിയോയില് രക്ഷയില്ല. ഓൾമോസ്റ്റ് ഗംഗേൻ്റെ ഒരു ഫുൾ വ്യൂലടാ. ഒരു സൈഡിൽ നിന്നുള്ള ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അടിപൊളി കേട്ടോ. വൈബ് ആൾക്കാർ കഞ്ചാവ് അടിച്ചിരിക്കുക. മൂടി ഇതിനോട് ചോദിച്ചാലോ? അത് കാണാൻ പേടിയാണെങ്കിൽ. നൈസ് അല്ലേ? ഋഷിയേഴ്സുള്ള ഗംഗേൻ്റെ ഒരു വ്യൂ കേട്ടോ. അടിപൊളി. हेलो मेरे यात्री का 1 मिनट ध्यान रखिए, मैं पानी पी के आ रहा. എന്തൊക്കെയോ എടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ. ഓ മറ്റേ സാധനം വന്നിട്ടോ. ശിവഭക്തനായി. ഹര ഹര ശിവ ശിവ. എന്റെ മോനെ സീനാട്ടോ. എടാ എടാ അടിപൊളി. കബൂക്കയെ അടിപൊളി. എടാ ദൗദേ മറ്റേ ചാർജ് കയറുന്നല്ലോ. गाइस सी लुक. हाँ आपके लगाओ. हाँ इसके पे लगाओ. ഇവൻ കബൂക്കിയാണ്. അമ്പ കുനിഞ്ഞു നോക്കടാ. അവർക്ക് ഒന്ന് പാവല്ലേ? എന്ത് കബൂക്കയെ? ദാവൂദ് മറ്റേ ലൂസിഫർ ലാസ്റ്റ് ദാവൂദേ. എന്റെ മറ്റേ സാധനം ഇഷ്ടപ്പെട്ട ശൂലത്തിന്റെ നിന്റെ വായിലെ കുത്തണ്ടേ? നീ ശൂലത്തിന്റെ ഫാനാന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ടാണ് നിന്നോടെ കൊണ്ടുവന്നത്. ഹരിഹരി ശംഭോ. ഇതിന്റെ ഡാഡിയെ കാണുമ്പോണ്ടല്ലോ, ഇതിന്റെ ഡാഡി തെറിഞ്ഞാണ്ടല്ലോ ടെൻഷനാവും. ശൂലം ഹരിഹര ശംഭോ. എന്റെ മോനെ സീ നേരെ തപസ്സരിക്കാൻ പോകും. കാണിച്ചേ സെവിന് തന്നെ നോക്കണേ. സൂപ്പർ അല്ലേ? കിറ്റ്ന ആ ഒരു കൊടുക്കാം. ആ ഇത് എടുക്കണം. ഓക്കെ താങ്ക് യു. നമ്മൾ രണ്ടിരുന്ന് കാണിക്കണ്ടേ?
ഞങ്ങള് ശിവസുന്ദരായിട്ടാണ് വന്നത് പറഞ്ഞത് തന്നത് തരാത് നോക്കിയേ എന്റെ ആളെ ശിവനെ നോക്കിയേ സീൻ ഒരു ഫോട്ടോ എടുക്കാം വാ ഓ ഈ സാധനം തലയിലിട്ടപ്പോഴേ ഒരു വല്ലാത്തൊരു ഫീല് കാരണം ആ കുട്ടി വന്നപ്പോൾ എനിക്ക് നോ പറയണം തോന്നിയില്ല പാവല്ലേ എത്ര രൂപ വെച്ചപ്പോൾ കൊച്ചു എന്തെങ്കിലും നന്നാവെന്ന് പറഞ്ഞു അല്ലേ ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് മറ്റേ പറഞ്ഞു വിട്ട ഒരു സാധനം ഞാൻ കുറെ പേരെ കണ്ടായിരുന്നു സൂപ്പറായിട്ട് കാണിച്ചിട്ടോ കാരണം അവര് ചെയ്യുന്ന ഒരു വർക്ക് എന്തൊക്കെ 50 രൂപ കൊടുത്ത ഒരു കുഴപ്പമില്ല പിന്നെ അത് ചെറിയ കുട്ടിയൊന്നും ചോദിക്കുമ്പോൾ നമുക്കൊന്നും നമ്മള് മനുഷ്യന്മാരല്ല അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലോ ഇതൊക്കെ എല്ലായിടത്തും ഈ പൂജേന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ ഇതൊരു പാലമല്ലേ ആ അതെ 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 ആ ഫുൾ കണക്റ്റഡാ റിവറിന്റെ 4-10 സൈഡിലും മൊത്തം കംപ്ലീറ്റ് കണക്റ്റഡാ അതാണ് ഇപ്പൊ തലയിൽ ഈ സാധനം കുത്തിയോണ്ടേ ഒരു സ്മെല്ല് മൂക്കിലേക്കൊക്കെ എന്നെ നെറ്റിയിൽ ആരെ കയറി ഇരിക്കുന്ന പോലെ ഒരു പിടുത്തല്ലേ ഒരൊട്ടലില്ലേ അതിന് ഉണങ്ങണം ഇതൊക്കെ നോക്കില്ലേ ഇതൊക്കെ ഓരോ കൈവരികളാട്ടോ ഐ മീൻ ഇവരെന്നെ ഡീവിയേറ്റ് ചെയ്ത് വിടുവാണ് അതിനെ പല രീതിയിൽ എനിക്കൊണ്ട് വെള്ളം കൂടുമ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ആരതി കാണാനുള്ള എണ്ണം കൂടിക്കൂടി വരും കേട്ടോ അതെനിക്ക് വേണേ ഓപ്പോസിറ്റ് ഭയങ്കര ലൈറ്റിങ് പരിപാടിയൊക്കെ വരുന്നു തോന്നുന്നു അല്ലേ മൊത്തം അതിനകത്തൊക്കെ പിന്നെ ഇതുണ്ടല്ലോ ഒരു വലിയൊരു തളിക പോലത്തെ മറ്റേ ഇങ്ങനെ ആക്കുന്നത് അതിലൊക്കെ കൂടി ഇത് ശരിക്കും ഭയങ്കര വൈബിളുള്ള സ്ഥലമാണ് കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ മറ്റേ വെറുതെ അടിച്ചൊളിക്കാൻ വന്നിട്ട് പറയില്ല ഭയങ്കര നമുക്ക് ഭയങ്കര പീസ്ഫുൾ ഭയങ്കര റിലാക്സ്ഡ് ആവും നമ്മുടെ ബോഡി മൈൻഡും കാര്യങ്ങളെല്ലാം അല്ലേ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് പോകും നമ്മൾ ഇവിടെ അതായത് ഓരോ ടൈമിനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ കൊണ്ട് പറ്റുന്ന വരെ ഒരു മാക്സിമം ക്ലീനൊക്കെ ആക്കി കൊണ്ടുവരണം കേട്ടോ ഇപ്പോൾ ഇവിടെ ആൾ കൂടിയേ ഇപ്പോൾ അത്യാവശ്യം ആൾ കൂടി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നിറയും പക്ഷെ എന്നാലും നല്ല സ്ഥലമുണ്ടല്ലേ ആ നല്ല സ്പേസ് ഉണ്ട് എനിക്കൊണ്ട് 2 സൈഡിൽ നിന്നും പരിപാടി ഉണ്ടാവും ഈ സൈഡിൽ നിന്നും ഉണ്ടാവും ആ സൈഡിൽ നിന്നും ഉണ്ടാവും അല്ലെങ്കിൽ ആ സൈഡിലൊരു മൈൻഡായില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ പാലം കടന്നു പോകണം കേട്ടോ ഒരു നാരാസോട് അടിക്കാണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുക നമ്മളിപ്പോൾ നേരത്തെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് കയറിയിട്ട് അങ്ങോട്ട് പോവാം ഗോപ്രോ ശരിക്കും പിടിക്കും ആരും എടുത്തുകൊണ്ട് പോകുന്നൊരു പേടിയാണ് മൊത്തം ഇങ്ങനത്തെ കച്ചവടക്കാരാട്ടോ എന്നാൽ ഇവർക്കൊക്കെ സെയിലും ഉണ്ട് ഓൾമോസ്റ്റ് സൺസെറ്റ് ആയി തുടങ്ങിട്ടോ ഓക്കെ ഭയങ്കര വൈബില്ലേ അല്ലേ കീടിലും ബ്ലെസ്സിങ് നടത്തുന്നോ ഫുൾ ടൈം കാറ്റുണ്ട് അതെ ഭയങ്കര ഭയങ്കര ഫ്രീ ആയി യാത്രയുടെ ക്ഷീണം ഒന്നുമില്ല കേട്ടോ നല്ല സുഖമായിട്ട് വന്നുകൊണ്ട് ആണോ ഞങ്ങൾ വന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഇറങ്ങി ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ഹാപ്പി മൂഡ് വേറൊരു സീനുമില്ല ഉണ്ടോ സൺസെറ്റാണ് എന്നെ മതിയാണെന്നറിയോ അല്ലേ അടിപൊളി കാറ്റും അല്ലേ ഫുൾ ടൈം കാറ്റുണ്ട് കീടിലും കാറ്റും പിന്നെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായതുകൊണ്ട് ഓരോ തിരിവും ഓരോ വളവൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഡൽഹി പോലെയാണെന്ന് വെച്ചാൽ ഡൽഹി പോലെയല്ല എന്നാൽ ഡൽഹി പോലത്തെ കുറേ ബിൽഡിങ്സ് കാര്യങ്ങളുണ്ട് ഇത് ശരിക്കും വേറെ തന്നെ ഇപ്പോൾ നമ്മൾ മറ്റേ മണിയറകളൊക്കെ പോകുമ്പോൾ ചെറിയ ടെമ്പിൾ മാത്രമല്ല ഇത് ഫുള്ള് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ടെമ്പിൾ കാര്യങ്ങൾ പ്രാർത്ഥന മറ്റേ ആരാധന പരിപാടി ആചാരങ്ങൾ ഉണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റും ഇവിടെയൊക്കെ എത്തിയപ്പോൾ കണ്ടോ 2 സൈഡിലും ഗംഗേൻ്റെ കൈവരികൾ കേട്ടതാ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് നേർച്ചകൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഉത്തരാഖണ്ഡ് മൊത്തം ഇങ്ങനത്തെ ടെമ്പിൾസും കാര്യങ്ങളും കേട്ടോ കൂടുതലും അതായത് ഒരു തീർത്ഥാടനം പോലെ എനിക്ക് അങ്ങനെ വരുന്നവരാണ് കൂടുതൽ പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർ വരും കാരണം ഒഴുക്ക് കണ്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടിട്ടോ ആൾക്കാർ അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുന്നുണ്ട് അവർ അപ്പോൾ അത് വലിയ കാര്യമല്ലേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ കാരണം ആൾക്കാർ ഇങ്ങനെ അതെ അതെ എന്തോരം ആൾക്കാർ പക്ഷേ നോർത്ത് ഈസ്റ്റിനുള്ളവരൊക്കെ തന്നെ അല്ലേ കൂടുതൽ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ മലയാളീസ് അങ്ങനെ പാസ് ചെയ്തിട്ടൊന്നുമില്ല നമ്മളിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എല്ലാം കേട്ടതുമില്ല ഇത് നീണ്ടു ദൂർന്ന് കിടക്കുക
ഒരുപാട് പാലങ്ങളും. ആ ഇതുണ്ടോ, ചെറിയ പിള്ളേര് സ്ത്രീകളെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഓ വല്ലാത്ത വൈബാട്ടോ ഇവിടെയൊക്കെ. ഓക്കെ, शिव शिवा भैया ये किसके लिए यूज़ करते हैं? ये क्या है ना, ഓ ഗംഗാ ജൽ. ആ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എറണാകുളത്തിന് കേട്ടോ ഈ ക്യാനുകളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടുന്ന് ഓരോ ആൾക്കാർ നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ പുത്തൻവെള്ളമൊക്കെ വേളാങ്കണ്ണിൽ നിന്ന് എടുക്കുന്ന പോലെ ഇവിടുത്തെ ഗംഗാജലം ഇവിടെ നിന്ന് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടോ. കാരണം ഇവർക്ക് ഭയങ്കര ഇത് പുണ്യല്ലേ, പുണ്യ നദിയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സംഭവമുണ്ട്. ഇതെന്താ ഫുൾ ഫോറിനേഴ്സിൻ്റെ പരിപാടിയോ? ആ നൈസ്, ഒരു ക്യൂട്ട് അമ്മച്ചിരിക്കണുണ്ടോ, കാവ്യൊക്കെ ഇട്ടിട്ട് കള്ളത്തി നൈസായിട്ടേ. ആ അത് രസമുണ്ട് കേട്ടോ. ഇതാ പറഞ്ഞൊരു ഒരു വെള്ളാട്ട് പക്രം ഉണ്ട്, പട്ടച്ചാമ്പരാനെ കണ്ടാൽ പേടിയാവല്ലോ. അടിപൊളിയല്ലേ, പേടിയുണ്ട്. ഇതൊന്ന് മീൻ പിടിക്കുന്ന കൊട്ടയോ ഇല്ലല്ലേ? ഇവിടെ ക്യാനുണ്ട് ഏറ്റവും കൂടുതൽ സെയില്. ഗീഡിലും ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. സൺഡേ മൺഡേ ഇടാം. 10 ഗ്ലാസ് 1000 രൂപ. അതെ, ഇവിടെ ശരിക്കും നമുക്ക് നടന്ന് കാണാനാണെങ്കിൽ മടുക്കൊന്നുമില്ല. ഫുള്ള് നടക്കാം, ഫുള്ള് നടക്കാം. കിതപ്പോ കാര്യങ്ങളൊന്നുമില്ല, വെയിലില്ല, തണുത്ത കാറ്റ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചാൽ ഞങ്ങൾക്കൊരു വിശപ്പൊന്നുമില്ല. പക്ഷെ നടന്നിട്ടാണെങ്കിൽ മടുക്കൊന്നുമില്ല, നല്ല രസമുണ്ട്. ഇതുവരെ നമ്മൾ മലയാളീസൊന്നും ഒരു മലയാളം പറഞ്ഞ ഒരുത്തം പോകുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ജാഥ സെർച്ച് ചെയ്യാം, കുछ नहीं मिला पूरा. ഞങ്ങൾ ഫൈനലി ബാംഗ്ലദേശിൽ കിട്ടുന്ന കടയിൽ എത്തിയിട്ടാണ്. तुम्हारा नाम क्या है आपका? रणबीर. ओके, देख इसमें क्या क्या है? ये सब मसाला होता है, बादाम काजू वगैरह. बांग कितना इधर? बांग वो वीडियो में डाउन. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ഞങ്ങൾ ബാംഗ്ലദേശിൽ ട്രൈ ചെയ്യാൻ വന്ന കേട്ടോ. പുള്ളി വീഡിയോ എടുക്കുന്നതിന് അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുന്നത്. ഫൈനലി നമുക്ക് ഇവിടെ ലീഗലായിട്ടുള്ള ഷോപ്പ് തന്നെ കിട്ടിയിട്ടോ. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഷോപ്പാണ്. ഇവിടെ നമുക്ക് ആർക്കും വന്ന് ലസ്സിയൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ലസ്സി കാണിച്ചു തരാനുള്ള നിർവാഹമില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തു, സംഭവം അടിപൊളിയായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഹരിദ്വാർ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഹരിദ്വാർ, വാരണാസി എവിടെ പോയാലും നമുക്ക് ബാംഗ്ലദേശിൽ ട്രൈ ചെയ്യാം. ഈവൻ നമ്മുടെ രാജസ്ഥാനിലില്ലടാ, രാജസ്ഥാൻ ഉദയ്പൂർ, അജ്മീറൊക്കെ ഒരുപാട് ബാംഗ്ലദേശി ഷോപ്സ് ഉണ്ട്, പല ഡിഫറെൻറ്റ് ഫ്ലേവറിൽ എല്ലാം. ഇവിടെ ഇപ്പോൾ ഒരു ഒതൻറ്റിക് ഷോപ്പായിട്ട് നമുക്ക് തോന്നി. വൺ സെറ്റപ്പ് നല്ല, പക്ഷേ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി. ഞങ്ങളിപ്പോൾ ആരതിയുടെ അടുത്തൊക്കെ പോയി ആരതി കണ്ടിട്ട് ഇപ്പോൾ തിരിച്ച് റൂമിൽ പോകട്ടോ. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഡ്രസ്സും പരിപാടിയൊക്കെയാണ്. ഒരു ലോങ് സ്ട്രീറ്റാണ്, കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു.